നമസ്കാരം, ഏവർക്കും നവരസ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീട്ടിൽ നമ്മൾ പറയുന്നത് അമേരിക്കയും ഇറാനെയും പറ്റിയാണ്. ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത്? കാരണം ഇറാൻ ഒരു ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ വെല്ലുവിളിയാണ്. എന്തുകൊണ്ടെന്നാൽ ഇറാൻ പരസ്യമായി തന്നെ അമേരിക്ക എതിർക്കുന്ന ഒരു രാജ്യമാണ്. മാത്രമല്ല ഇസ്രായേലിനെ ഒരു ക്യാൻസറസ് സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ക്യാൻസറസ് രാജ്യമായിട്ട് കാണുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇറാനെ അമേരിക്ക ആക്രമിക്കുന്നത്. കാരണം ഇവരുടെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് കിട്ടിയാൽ ഒരിക്കലും അത് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ നല്ലതായിരിക്കില്ല. ഇനി എങ്ങനെയാണ് അമേരിക്ക ഇറാനെ ചതിച്ചത് എന്ന് നോക്കാം. നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ട് 1950 ശേഷം 50ഓടുകൂടി രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. അപ്പോൾ രണ്ട് മേജർ ശക്തികളാണ് ലോകത്തുണ്ടായിരുന്നത്. ഒന്ന് അമേരിക്കയും രണ്ടാമത് USSR. അപ്പോൾ USSRന്റെ കയ്യിൽ അണുബോംബും ഉണ്ട്, മാത്രമല്ല അവരുടെ കയ്യിൽ ഓയിലുണ്ട്. അപ്പോൾ ഈ ഓയിലിൻ്റെ മേൽക്കോയ്മ നേടുന്നത് ഏത് രാജ്യമാണോ ആ രാജ്യത്തിന് ഒരുപാട് പവർ കിട്ടും. അപ്പോൾ അമേരിക്കയ്ക്ക് ഓയിൽ ഇല്ലായിരുന്നു, പക്ഷേ ന്യൂക്ലിയർ ബോംബ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓയിലുള്ള വേറെ ഏതൊക്കെ രാജ്യങ്ങളുണ്ടെന്ന് അമേരിക്ക ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അമേരിക്ക ഇറാനിലേക്ക് എത്തുന്നത്. കാരണം ഇറാൻ USSRന്റെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ്. അപ്പോൾ USSRും ഇറാനും തമ്മിലൊരു ബന്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഏറ്റവും മോശമായിട്ട് ബാധിക്കുന്നത് അമേരിക്കയാണ്. അതുകൊണ്ട് അമേരിക്ക ആദ്യം തന്നെ ഇറാന്റെ മേൽ സൗഹൃദം സ്ഥാപിച്ചു. അപ്പോൾ അവർ നല്ല സൗഹൃദ രാജ്യമായിട്ട് മാറി. അതിന് പ്രത്യുപകാരമായിട്ട് ഇറാന് അമേരിക്ക ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്ന ടെക്നോളജി കൊടുക്കുകയും ഇറാൻ എണ്ണകളും മറ്റു കാര്യങ്ങളൊക്കെ അമേരിക്ക കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് ഇറാൻ എന്ന് പറയുന്നത് വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. കാരണം ഇന്നത്തെ പോലെ ശരിയാലായ അല്ല അവിടെ ഫോളോ ചെയ്തിരുന്നത്. വളരെ ഡെമോക്രസി ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. അപ്പോൾ ആ സമയത്തെല്ലാം ഒരുപാട് GDP-യിലൊക്കെ ഇറാൻ വലിയ വളർച്ച നേടി. 10% അവിടുത്തെ GDP ഗ്രോ ചെയ്തത്. പക്ഷേ അവിടുത്തെ ഒരു നഗ്നമായ സത്യം എന്ന് പറയുന്നത് ഇങ്ങനെ പുറമോടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വളരെ കഷ്ടപ്പാടിലായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. പട്ടിണിയും പരിവട്ടവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് മാറാനായിട്ട് ഒരിക്കൽ പോലും ഇറാൻ ഭരണകൂടം ശ്രമിച്ചിരുന്നില്ല. മാത്രമല്ല 1971 വലിയൊരു പാർട്ടി തന്നെ ലോകത്തുള്ള എല്ലാ നേതാക്കളെയും എല്ലാ ആൾക്കാരെയും വിളിച്ചു വരുത്തി വലിയൊരു പാർട്ടി തന്നെ ഇറാൻ്റെ അന്നത്തെ ഷാ നടത്തിയിരുന്നു. ഇത് പൊതുജനങ്ങളെ വളരെ രീതിയിൽ വിഷമിപ്പിച്ചത്. കാരണം അവർക്ക് പട്ടിണിയാണ്, അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത സമയത്താണ് ഇത്രയും വലിയൊരു പാർട്ടി ഇറാൻ വിളിച്ച് നടത്തുന്നത്. അപ്പോൾ ആ സമയത്ത് വലിയൊരു റെബല്യൻ മൂവ്മെൻറ്റ് ഇറാനിൽ നടന്നു, ഇസ്ലാമിക് റിബല്യൻ നടന്നു. അതിൻ്റെ ഭാഗമായിട്ട് 1979 ഇറാൻ ഒരു ഇസ്ലാമിക് രാജ്യമായിട്ട് മാറി. അവിടുത്തെ ഭരണം പരമാധികാരം അലി ഖമേനി നേടിയെടുത്തു. അങ്ങനെ ഇറാൻ വലിയൊരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായിട്ട് മാറി. അവിടെ ശരിയാല സ്ഥാപിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്ക പിന്നീട് ഇറാനുമായിട്ട് അകന്നതെന്ന് ചോദിച്ചാൽ ഇറാൻ ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് ആയതിനു ശേഷം ഷെറിയ ലോയാണ് നടപ്പിലാക്കിയത്, ഡെമോക്രസി ഔട്ടായി. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇറാൻ്റെ മേലൊരു അസ്വാരസ്യം ഉണ്ടായി. മാത്രമല്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന അമേരിക്കൻ എംബസിയിലെ ഉദ്യോഗസ്ഥരെയെല്ലാം ഇറാൻ തടവിൽ പാർപ്പിച്ചു. അവരെല്ലാം പിടിച്ചുകൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചു. ഇത് അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള ദേഷ്യം ഉണ്ടാക്കുന്നതിന് കാരണമായി. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അമേരിക്കയും ബ്രിട്ടൻ കമ്പനികളൊക്കെ അന്ന് ഇറാനിലുണ്ടായിരുന്നു. ആ കമ്പനികളെല്ലാം ഇറാൻ പുറത്താക്കി അമേരിക്കയുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഇറാൻ അവസാനിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല അമേരിക്ക ഒരു ശത്രു രാജ്യമായിട്ടാണ് ഇറാൻ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അമേരിക്കയ്ക്ക് ഇറാന് മേൽ വലിയൊരു രീതിയിലുള്ള എതിർപ്പുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇറാന് മേൽ ഒരുപാട് എക്കണോമിക് സാങ്ഷൻസ് ഒക്കെ അമേരിക്ക നടപ്പിലാക്കി. ഇങ്ങനെയാണ് ഇറാനിൽ നിന്ന് അമേരിക്ക ആക്കുന്നത്. മാത്രമല്ല ആ ഒരു സമയത്ത് നമുക്കറിയാം സദ്ദാം ഹുസൈൻ ഇറാഖിൽ യുദ്ധം പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ സദ്ദാം ഹുസൈനെ പരസ്യമായി തന്നെ അമേരിക്ക സഹായിക്കുകയും വെപ്പൺസും എല്ലാം കൊടുക്കുകയും ഇറാഖ് യുദ്ധത്തിൽ പരസ്യമായി തന്നെ ഇറാഖിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ പിന്നീട് ആ ഒരു യുദ്ധം കാരണം ഇറാനും ഇറാഖിനും വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ പിന്നീട് ഈ സദ്ദാം ഹുസൈനെ അമേരിക്ക പിടിക്കുകയും വധിക്കുകയും ചെയ്ത് നമുക്കറിയാം. അത്രയും ഒരു ഹിപ്പോക്രറ്റ് ആയിട്ടുള്ള രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ നമുക്കറിയാം, ഇസ്രായേലും അമേരിക്കയും ചങ്കുമാണ്, കരളുമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത്. അപ്പോൾ ഇറാൻ വളർന്നു വരുന്നത് തങ്ങൾക്കെതിരെ ഏതെങ്കിലും രാജ്യം അല്ലെങ്കിൽ തങ്ങൾക്കെതിരായിട്ടുള്ള വികാരം ഏതെങ്കിലും രാജ്യത്തുണ്ടെങ്കിൽ അമേരിക്ക ചെയ്യുന്നത് വെച്ചാൽ അവിടുത്തെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിനെ മാറ്റുക അല്ലെങ്കിൽ റെജിമെൻറ്റിനെ മാറ്റുക എന്നുള്ള തന്ത്രമാണ് അമേരിക്ക എത്രയോ കാലങ്ങളായിട്ട് തുടർന്നു വരുന്നത്. 100-ലധികം രാജ്യങ്ങളുടെ ഭരണമാറ്റമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. ഇതുവരെ റെജിമെൻറ്റ് ചേഞ്ചാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതേ ഒരു റെജിമെൻറ്റ് ചേഞ്ചാണ് നടത്താനാണ് ഇപ്പോൾ അമേരിക്ക ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരുന്നത്. മാത്രമല്ല പല രാജ്യങ്ങളിലും ഇതുപോലെ അമേരിക്ക റെജിമെൻറ്റ് ചേഞ്ച് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ബംഗ്ലാദേശിൽ അടുത്തിടെ ഉണ്ടായതാണ്. അവിടെ വിദ്യാർത്ഥികൾ വെച്ച് വലിയൊരു പ്രക്ഷോഭം ഉണ്ടാക്കി. അതേ സെയിം പാറ്റേൺ ആണ് ഇറാനിലും അവർ ശ്രമിച്ചു നോക്കിയത്. അപ്പോൾ അങ്ങനെയാണ് അമേരിക്ക ഇറാനെ പിന്നിൽ നിന്ന് കുത്തിയത് അല്ലെങ്കിൽ ചതിച്ചതെന്ന് നമുക്ക് പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നും ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ചെയ്യുന്നതിന് ഇത് വളരെ വളരെ അത്യാവശ്യമാണ്. ഒപ്പം തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.